നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ഷേത്രവിശേഷത്തിൽ ഒരു തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ്. സുവർണ ക്ഷേത്രത്തെക്കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പഞ്ചാബിലെ സുവർണ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. എന്നാൽ തമിഴ്നാട്ടിലും ഒരു സുവർണ ക്ഷേത്രമുണ്ട്. കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിശയം നിറയുന്ന ഒരു സുവർണ ക്ഷേത്രം തമിഴ്നാട്ടിലുമുണ്ട്. ആ ക്ഷേത്രവിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണ ക്ഷേത്രത്തെ പോലെ തന്നെ പൂർണ്ണമായും സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു സുവർണ ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ വേലൂരിനടുത്തുള്ള ശ്രീപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. 6 ഏക്കർ വിസ്തീർണത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രം 1500 കിലോ സ്വർണം കൊണ്ട് 300 കോടി രൂപ ചിലവിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സമ്പത്തിന്റെ അധിപനായ മഹാലക്ഷ്മി ലക്ഷ്മി നാരായണി എന്ന നാമധേയത്തിൽ 9 അടി ഉയരമുള്ള വിഗ്രഹമായി ഇവിടുത്തെ ശ്രീകോവിലിൽ അനുഗ്രഹം ചൊരിഞ്ഞ് വാഴുന്നു. താമര ഇതളുകളുടെ രൂപത്തിലുള്ള പീഠമുണ്ടാക്കി അതിനു മീതെയാണ് നാരായണി വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 48 അടി ഉയരമുള്ള രാജഗോപുരം 5 നിലകളിലായിട്ടാണ് പണിതിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ പ്രസാദമായി തീർത്ഥവും കുങ്കുമവുമാണ് ഭക്തർക്ക് നൽകുന്നത്. 1.5 കിലോ സ്വർണത്താൽ നിർമ്മിച്ച് ഭഗവാന്റെ പാദം പതിച്ച കിരീടം ഭക്തരുടെ ശിരസിൽ വെച്ച് അനുഗ്രഹം നൽകി വരുന്നു. ഒഴിവു ദിവസങ്ങളിൽ മാത്രം 1 ലക്ഷത്തിൽ പരം ഭക്തർ ഇവിടെ ദർശനത്തിനെത്തുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സുവർണ ക്ഷേത്രത്തിൽ പ്രവേശനം സൗജന്യമാണ്. തമിഴ്നാട്ടിലെ വേലൂരിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഐശ്വര്യദായകമായ മഹാലക്ഷ്മി സ്വർണ്ണ ായി ദർശനമരുളുന്ന ഈ ശ്രീപുരം ക്ഷേത്രത്തിലെത്താം. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ സുവർണ ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും ദർശനം ചെയ്യാൻ അവസരമുണ്ടാകട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഈ ക്ഷേത്രം നേരിട്ട് പോയി ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.